ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിനകത്തുള്ള ആ ഒരു നൂലെല്ലാം തന്നെ കളഞ്ഞതിന് ശേഷം നമ്മളൊരു മൺചി റാഗിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് അതിലേക്ക് കടുകെണ്ണയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു പിഞ്ചളവിൽ പൊടിയുപ്പും കൂടി ഇട്ടിട്ട് ഗ്യാസ് ഒന്ന് ഓണാക്കുക. അപ്പോൾ ഇങ്ങനെ ഗ്യാസ് ഓണാക്കി ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഈ മൺചിരാഗ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അതിലിരുന്ന് തന്നെ നമുക്ക് ഈ ഒരു മെഴുക് നല്ല രീതിയിൽ അങ്ങോട്ട് മെഴുകുതിരി അങ്ങ് മെൽട്ടായി കിട്ടും കേട്ടോ. മെൽട്ട് ആവുന്നത് വരെ നമുക്ക് വേണ്ടു. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കി നന്നായി ഒന്ന് അതൊന്ന് മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൺചിറാകിലാകുമ്പോൾ പിന്നെ നമുക്ക് ഇതിൽ തന്നെ പെർമനൻ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ പാത്രം കഴുകാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഒരു വാസലിൻ്റെ രീതിയിൽ നമുക്കിത് കിട്ടും. അതായത് ഒരുപാട് കട്ടിയായിരിക്കില്ല മെഴുക്, നമ്മൾ എണ്ണയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ കാലിലൊക്കെ കുഴിനകം വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ആ പ്രശ്നത്തിന് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുഴിനകം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അതുപോലെ തന്നെ കാലിൻ്റെ ഇടയിൽ നമുക്ക് വിണ്ട് കീറുകയൊക്കെ ചെയ്യില്ലേ. അപ്പോൾ നമ്മൾ വാസലിൻ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത്